പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വീഡിയോയുമായി വരുവാൻ ദൈവം തന്ന കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. തിരുവചനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. അതുപോലെ തന്നെ ഞാനും ഇന്ന് പറയട്ടെ, ദൈവത്തിന്റെ കൃപയാലല്ലാതെ ഇതൊന്നും സാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനേക്കാൾ വലുതും ദൈവത്തിന്റെ കൃപ നമ്മുടെ മുൻപിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് ചെറിയ വചനഭാഗത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വചനമാകുന്നു പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. വളരെ വളരെ വ്യക്തമായും തിരുവചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ അകത്ത് വരുമ്പോൾ അവന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുകയും അത് നമുക്ക് പ്രദാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലല്ല, പ്രദാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നല്ല, പ്രദാനം ചെയ്തിരിക്കുന്നു. ഓൾറെഡി അത് ചെയ്യപ്പെട്ടിരിക്കുന്നു. എപ്പോൾ നിങ്ങൾ യേശുവിനെ ഹൃദയത്തിനകത്ത് കർത്താവായി സ്വീകരിച്ചോ, എപ്പോൾ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഉള്ളത്തിനകത്ത് ദൈവമായി അംഗീകരിച്ചോ, ആ സമയം മുതൽ നിങ്ങളുടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന സമയം മുതൽ ഒടുക്കം വരെയുള്ളതെല്ലാം ദൈവം തന്റെ ചാർട്ടിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എത്ര സന്തോഷകരമായ ഒരു വാർത്തയാകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാളത്തെ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം അത് ദൈവം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നാളത്തെ നിങ്ങളുടെ മകന്റെ വിദ്യാഭ്യാസത്തിന്റെ ആ അഡ്മിഷന്റെ ആവശ്യം അത് ഓൾറെഡി ദൈവം ചെയ്ത് വെച്ചിരിക്കുന്നു, പ്രദാനം ചെയ്തിരിക്കുന്നു. ഇനി തരുമെന്നല്ല, തന്നിരിക്കുന്നു. നാളത്തെ നിങ്ങളുടെ ഭാവിക്ക് ആവശ്യമായിരിക്കുന്ന ഭവനം ദൈവം അത് പ്രദാനം ചെയ്തിരിക്കുന്നു. നാളത്തെ നിങ്ങളുടെ ആവശ്യമായിരിക്കുന്ന വാഹനം ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു. എന്തൊക്കെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. എങ്ങനെ? ബൈ ഹിസ് പവർ, ത്രൂ ദ നോളജ്. ആ ദൈവശക്തി നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിച്ചപ്പോൾ അത് ഓൾറെഡി നിങ്ങളിൽ പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ദൈവശക്തി എങ്ങനെയാണ് വ്യാപരിച്ചത്? തന്റെ മഹത്വത്തിലേക്ക് നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് നമ്മുടെ മേൽ ശക്തി വ്യാപരിക്കുന്നത്. ഞാൻ ഇന്ന് പറയുന്ന നേരത്ത് ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാൻ കഴിയും, നമുക്ക് എന്തൊക്കെയാ മനസ്സിലാക്കാൻ പറ്റുന്നു? ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിനകത്ത് നിങ്ങളെ ശിക്ഷിക്കണം എന്ന ഒരു ചിന്ത ദൈവത്തിനില്ല, നിങ്ങളെ മുറിക്കണം എന്നൊരു ചിന്ത ദൈവത്തിനില്ല. ഇങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കുന്ന ദൈവം എങ്ങനെ നിങ്ങളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കും? എങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കും? എങ്ങനെ നിങ്ങളുടെ വേദനയിൽ സന്തോഷിക്കും? അപ്പൊ ദൈവം നിങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനല്ല. ഇതൊരു അറിവാകുന്നു. ഇത് അറിയുന്നേരത്തെ തന്നെ നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളോട് കൂടെ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരൊറ്റൊരാൾ, അത് പരിശുദ്ധാത്മാവായിരിക്കും. അല്ല, ദൈവം തന്നതാണ് ഈ സഹനം. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സഹനത്തിൽ തന്നെ തുടരണ്ടേ? പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. സഹനത്തിലൂടെ നിങ്ങളെ പരിപൂർണമായ ആ അഭ്യസിക്കുക അല്ലെങ്കിൽ ശിഷ്യത്വം അഭ്യസിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷെ അതൊരിക്കലും നിങ്ങളെ നശിപ്പിക്കുന്ന സഹനമായിരിക്കില്ല, മറിച്ച് നിങ്ങളെ പണിതുയർത്തുന്നതായിരിക്കും. അതൊരു അല്പകാലത്തേക്ക് മാത്രം. നിങ്ങൾ ഇതിനകത്ത് 16 വർഷമായി അല്ലെങ്കിൽ 12 വർഷമായി രോഗങ്ങളായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ദൈവം തന്ന സഹനമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ടോ? ഒരിക്കലും സന്തോഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്ര സ്നേഹനിധിയായ പിതാവ് എങ്ങനെ നമ്മുടെ ദുഃഖത്തിനകത്ത് സന്തോഷിക്കുക? അപ്പൊ അതൊരു സഹനമല്ല. അപ്പൊ സഹനത്തെ തിരിച്ചറിയുക, സഹനം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാനിത് എന്തിനു നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപൂർണമായ ജ്ഞാനം, ദൈവത്തെ പറ്റിയുള്ള അറിവ് അത് നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മേൽ ആ മേഖലയുടെ മേൽ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. എഫെസോസ് ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ കൃപയ്ക്ക് അനുസൃതമായ വിധം അല്ലെങ്കിൽ ദാനത്തിനനുസൃതമായ വിധം നമ്മുടെ മേൽ കൃപ നൽകപ്പെട്ടിരിക്കുന്നു. 4-7 നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായ വിധം കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ക്രിസ്തു എത്രത്തോളം തന്നെ വെളിപ്പെടുത്തി തന്നോ അത്രത്തോളം നമ്മുടെ മേൽ കൃപ വന്നു. ആ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രൂശിൽ കിടന്നു വന്ന ഒരു വെളിപ്പാട്, ഒരു ജ്ഞാനം, റെവലേഷൻ നിങ്ങളുടെ അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി പാപിയാണ് എന്ന കുറ്റപ്പെടുത്തൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പവർ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. അപ്പൊ ഈ പവറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വളരെ ചുരുക്കി പറയട്ടെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ശക്തിയാകുന്നു. ആ ദൈവശക്തി നിങ്ങളുടെ അകത്തേക്ക് വെളിപ്പെടുന്നത് ദൈവത്തെ പറ്റിയുള്ള പരിപൂർണ ജ്ഞാനത്താൽ തന്നെയാകുന്നു. അല്ലാതെ ദൈവശക്തി നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗിമ്മിക്സ് ഒക്കെ കാണിക്കാം. പെട്ടെന്ന് ആരാധിച്ചപ്പോൾ എന്തൊക്കെയോ തോന്നി, ഒരു കൈ അടിക്കാനൊക്കെ ഭയങ്കര ശക്തി വന്നു. ആ ആരാധന കഴിയുമ്പോൾ ശക്തി പോകും. പക്ഷേ റെവലേഷനാൽ വരുന്നത്, ദൈവിക വെളിപ്പാടിനാൽ നിങ്ങളുടെ അകത്തേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതം വിട്ട് പോകുന്നില്ല. അത് സ്ഥിരമായി നിൽക്കാൻ തുടങ്ങും. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എഫെസോസ് ലേഖനം 3:20, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അതായത് നമ്മിലൊരു ശക്തി പ്രവർത്തിക്കുന്നെന്ന്, നമ്മിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന്, നമ്മുടെ അകത്തിരുന്ന് നമുക്ക് ആവശ്യമായതെല്ലാം കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ പവർ ഉണ്ട്.
ഞാൻ ഇത് പറയുന്ന നേരത്തെ ഇത് എങ്ങനെ വന്നു? ഇന്ന് ഇത് നിങ്ങൾ സത്യം തിരിച്ചറിയുന്നു. നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്നു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഈ ദൈവം നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല, നിങ്ങളുടെ മുറിവിൽ സന്തോഷിക്കുന്നവനല്ല, നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ അതിൽ നിന്ന് ഓവർകം ചെയ്യിപ്പിക്കാൻ പവർ പ്രദാനം ചെയ്യുന്ന ദൈവമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സത്യം നിങ്ങളുടെ അകത്തേക്ക് വരട്ടെ. ദൈവം നമുക്കായി നിലനിൽക്കുന്ന ദൈവമാകുന്നു, നമുക്കെതിരെ നിൽക്കുന്നവനല്ല, നമുക്ക് വേണ്ടി നിൽക്കുന്നവനാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്ത് വന്നാലും അത് എന്നെയും നിങ്ങളെ ബാധിക്കാതിരിക്കേണ്ടതിന് റോമ 8:28 ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു. എല്ലാം നന്മയ്ക്കായി മാറാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ആവശ്യം, ഇന്നത്തെ ഈ സാഹചര്യം, ഇന്നത്തെ ഈ സങ്കടം, ഇതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായി മാറാൻ പോകുന്നു. ഇന്നത്തെ മുൻപിലുള്ള നിങ്ങളുടെ പ്രതികൂലം, അത് നന്മയ്ക്കായി മാറാൻ പോകുന്നു. ഇപ്പോൾ ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന ഇനി ഒരിക്കലും ക്യൂർ ആകില്ലെന്ന് പറഞ്ഞ ഈ രോഗം, അത് നിങ്ങളുടെ നന്മയ്ക്കായി മാറാൻ പോകുന്നു. അത് ദൈവത്തിന്റെ സാക്ഷിയായി മാറാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് ഇത് പറയുന്ന നേരത്ത് അവന്റെ ദൈവശക്തി തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതൊക്കെ അവന്റെ ദൈവശക്തി പ്രദാനം ചെയ്തിരിക്കുന്നു. യു ലാക്ക് നത്തിങ്. നിങ്ങൾക്കൊന്നിനും കുറവില്ല, നിങ്ങൾക്കൊന്നിനും മുട്ടില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇത് വരട്ടെ. നിങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കാരണം എന്തുവാ? ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, ഈ സമയങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെല്ലാം മേഖലയിൽ ശക്തിയായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, ആ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്ന് ഈ സമയങ്ങളിൽ സ്റ്റക്കായി കിടക്കുന്ന, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ആ പ്രിയപ്പെട്ട വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിൽ തന്നെ ആ ദൈവശക്തി അദ്ദേഹത്തിന്റെ മേൽ ഒരു ഷിഫ്റ്റിനെ ഉണ്ടാകട്ടെ, ഒരു അസാധാരണമായ ഷിഫ്റ്റ് ഉണ്ടാകട്ടെ. സീസണുകൾ മാറട്ടെ. ഇതിനകത്തിരുന്ന് അത്ഭുതങ്ങളെ പ്രവചിക്കുന്നു കർത്താവേ. ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ ഇവരുടെ ശരീരങ്ങൾ സൗഖ്യമുണ്ടാകട്ടെ. എവിടെയെല്ലാമാണോ ഇവർക്ക് ആവശ്യമായ ദൈവശക്തി വെളിപ്പെടേണ്ടത്, അവിടെ എല്ലാം അപ്പന്റെ ശക്തി, അപ്പന്റെ സ്നേഹത്താൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിരിക്കുവിൻ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ഉപേക്ഷിക്കത്തുമില്ല. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.